ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. നിനക്ക് നാട്ടിൽ നിന്നാ പോരെ? നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ കുടലിലേക്ക് കയറ്റിയെടുത്തേ. ഒന്നും വിചാരിക്കല്ലേ, ഇച്ചിരി സാനിറ്റൈസർ അടിക്കുവാണ് കേട്ടോ. ഇപ്പൊ ചിത്രയെ അടിച്ചോളൂ, വിഷയമില്ല. അപ്പൊ പ്രശ്നം തീർന്നു? ഇല്ല, പ്രശ്നം തീർന്നില്ല. ഇനി എന്താ പ്രശ്നം? അച്ഛ വീട്ടിൽ പ്രശ്നേഷ് എന്നുള്ള പേര് അതാ നിന്റെ വിഷമം. പോലെയുള്ളത് ഒരേപോലെ എങ്ങനെ സെറ്റ് ആയിരുന്നു. പക്ഷെ ആ പുള്ളിക്കാരൻ കുറ്റം കണ്ടെത്തുന്ന കാര്യത്തിൽ രണ്ടുപേർക്ക് നല്ല ചേർച്ചയാ. എങ്ങനെ ഒത്തു കിട്ടി? ട്രോൾസും കാര്യങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ? എല്ലാം കയറി നോക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മളങ്ങനെ എല്ലാം ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും കോൾസും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ടാവുമല്ലേ, എങ്ങനെ അതൊക്കെ മാനേജ് ചെയ്യുന്നത്? കോൾസ് എടുക്കാറില്ല. കോളോട് കോള് മാത്രം എന്നാ അറിയാം. അതായത് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ചില അങ്കിൾമാരൊക്കെ വിളിച്ചിട്ട് ഞാനിങ്ങനെ മുട്ടി മുട്ടി കാത്തിരിക്കേനു. സാറേ ഇത് സ്ത്രീയല്ല കേട്ടോ, ഇത് പുരുഷനാണ് എന്ന് പറഞ്ഞ് വൃത്തി എന്നുള്ളൊരു സംഭവം ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഹാർപ്പിക്കിൽ പിടിച്ചാലും ഡെറ്റോള് ഇട്ട് കുളിച്ചാലും അത് എന്റെ പ്രശ്നമല്ലേ. ചേടാ, ഇത് പണ്ട് ശിവന്റെ മുടിവെട്ടാമെന്ന ബാർബറെ കഴുത്തിൽ കിടന്ന പാമ്പ് കടിച്ചോടിച്ച പോലെ ആയല്ല. As long as we are not hurting anybody or we are not entering into somebody else's private space. That's why in fact I took my decision to arrange the marriage at the earliest. ചോവറാണ്, കുറച്ച് ശ്രദ്ധിക്കണം, മാറ്റണം ഈ ഒരു കാര്യം എന്നൊക്കെ. 5 ദിവസം ഞാൻ കുളിക്കാത്തതിന് ആർക്കും ഒരു പരാതിയില്ല. ഇപ്പൊ നഖം വെട്ടാത്തതിന്റെ പ്രശ്നം. പ്രശ്നേഷിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനും സാനിറ്റൈസ് ചെയ്യാണ്. പ്രശ്നം മാറാൻ വേണ്ടി പ്രശ്നം വെച്ചപ്പോ അതൊരു പ്രശ്നമായോ?